ഹായ്, ഇന്ന് നമ്മുടെ ഹെയർ കെയറിൻ്റെ ഡേ 4 ആണ് കേട്ടോ. കഴിഞ്ഞ 3 ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയർ ആണ് കേട്ടോ. മുടിയിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, മുടി കോംബ് ചെയ്തിട്ടൊന്നുമില്ല. കിടക്കുന്ന സമയത്ത് ഞാൻ ബൺ കെട്ടി വെച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ മുടി ഒന്ന് കോംബ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തലേ ദിവസം ഹെയർ മാസ്ക് ഇട്ടത് കൊണ്ട് തന്നെ മുടി നല്ല സോഫ്റ്റാണ്, മാനേജബിളായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുവാനൊന്നും വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഫാസ്റ്റായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, കുറച്ച് സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത്. മുടി കോംബ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് സ്ലോ ആയിട്ട് മുടി കോംബ് ചെയ്യുക, താഴെ നിന്ന് മാത്രം കോംബ് ചെയ്ത് വരിക. മുടി എപ്പോഴും കോംബ് ചെയ്ത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ കോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മുടി പോയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ നോർമലായിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം നമ്മൾ റോസ് വാട്ടറാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ തല വാഷ് ചെയ്യുന്നില്ലാത്ത ദിവസമാണ്, ഓയിലിംഗ് ഒന്നും ചെയ്യുന്നില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെങ്ത്തിലും റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോസ് വാട്ടർ നമുക്കറിയാമല്ലോ, ലൈറ്റാണ്, വാട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടീനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ pH ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഹെയർ ഫ്രിസ്നെസ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുടി ഒന്നും കൂടെ കോംബ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തേക്കും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഒന്നുകിൽ നമുക്ക് ബൺ കെട്ടി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുടി നമുക്ക് ലൂസായിട്ടൊന്ന് ബ്രീഡ് ചെയ്തിടാം നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഈ ഡ്രൈ ആവുന്നത് ഒഴിവായി കിട്ടും. മുടി നമുക്ക് മാനേജ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. കുറച്ചും കൂടെ ഒരു ലിവിങ് കണ്ടീഷണർ എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലിസറിനോ അല്ലെങ്കിൽ അലോവേരയോ ഒക്കെ ഈ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഡേ 4 നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ചെയ്തത്. അപ്പം നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.